ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 22-ലുള്ള 6ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിൻ്റെ 2 വികർണങ്ങൾ തുല്യമാണോ, എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചതുരം വരയ്ക്കാം. ABCD എന്ന് പറഞ്ഞൊരു ചതുരം വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് 2 വികർണങ്ങളും വരച്ചിട്ടുണ്ടല്ലേ. ഒരു ചതുരത്തിന് 2 വികർണങ്ങളാണ് വരയ്ക്കാൻ പറ്റുക. അത് രണ്ടും വരച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് വികർണങ്ങൾ? ACയും BDയും. അപ്പോൾ അത് രണ്ടും തുല്യമാണോ എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതുവരെ ചെയ്തത് ത്രികോണങ്ങൾ തുല്യമാണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് അങ്ങനെയല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. 2 ത്രികോണങ്ങൾ, അതായത് ഈ 2 വികർണങ്ങളും സൈഡായിട്ട് വരുന്ന ത്രികോണങ്ങൾ എടുക്കുക. ഇതിലിപ്പോൾ നമുക്ക് കുറേ ത്രികോണങ്ങൾ കാണുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. നമുക്ക് വേണ്ടത് ഈ വികർണങ്ങൾ സൈഡായിട്ട് വരുന്ന വികർണം ആ ത്രികോണത്തിൻ്റെ ഒരു വശമായിട്ട് വരുന്ന രീതിയിലുള്ള ത്രികോണമാണ് എടുക്കേണ്ടത്. ഇപ്പം നോക്കൂ, BD എന്ന് പറഞ്ഞാൽ ഒരു വികർണം. ആ ഒരു വികർണത്തിന് സൈഡായിട്ട് വരുന്ന ഒരു ത്രികോണം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ത്രികോണം എടുക്കാൻ പറ്റും? DAB എന്ന് പറഞ്ഞാൽ അല്ലേ, ABD എന്ന് പറഞ്ഞ ത്രികോണം എടുക്കാം. അതുപോലെ തന്നെ AC സൈഡായിട്ട് വരുന്ന ഒരു ത്രികോണവും വേണം. അപ്പോൾ നമുക്ക് അതിനെ ഏതെടുക്കാം? ABC എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണം എടുക്കാം. എന്നിട്ട് ഈ 2 ത്രികോണങ്ങളും തുല്യമാണോ എന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വശം, അതായത് ആ വികർണം തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, ത്രികോണം ABD, ത്രികോണം ABC എന്നിവ പരിഗണിക്കുക. അതിൽ AD = BC ആണ്. എന്താ കാരണം? അത് ആ ചതുരത്തിൻ്റെ എതിർവശങ്ങളാണ്. ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് AD = BC എന്ന് എഴുതാം. ഇനി നോക്കൂ, ആ 2 ത്രികോണത്തിൻ്റെയും വേറെ ഒരു വശമാണ് AB എന്ന് പറഞ്ഞത്. രണ്ടിനും പൊതുവായിട്ടുള്ളതാണ്. അപ്പോൾ AB = AB എന്ന് എഴുതാം അല്ലേ. അതിൻ്റെ കാരണമായിട്ട് എന്തെഴുതുക? 2 ത്രികോണങ്ങൾക്കും പൊതുവായ വശമാണ് എന്ന് എഴുതാം. ഇപ്പോൾ നോക്കൂ, ഒരു ത്രികോണത്തിലെ 2 വശങ്ങൾ മറ്റേ ത്രികോണത്തിലെ 2 വശങ്ങളും സമമാണ് എന്ന് കണ്ടെത്തിയില്ലേ. ഇനി അവയ്ക്കിടയിലുള്ള കോണും കൂടി തുല്യമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് പറയാൻ പറ്റും. അപ്പം അതിൻ്റെ ഇടയിലുള്ള കോണുകൾ ഏതൊക്കെയാണ്? കോൺ DABയും കോൺ ABCയും. അത് രണ്ടും എന്താണ്? 90 ഡിഗ്രിയാണ്. എന്താ കാരണം? അത് ചതുരത്തിലെ ഓരോ കോണുകളാണ് അല്ലേ. ചതുരത്തിലെ 4 കോണുകളും എത്ര വീതമായിരിക്കും? 90 ഡിഗ്രി വീതമായിരിക്കും നമുക്കറിയാം. ഇപ്പോൾ നോക്കൂ, ത്രികോണം ABDയിലെ 2 വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും ത്രികോണം ABCയിലെ 2 വശങ്ങൾക്കും അവയ്ക്കിടയിലുള്ള കോണിനും തുല്യമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ 2 ത്രികോണങ്ങളും എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ത്രികോണം ABD, ത്രികോണം ABC എന്നിവ തുല്യ ത്രികോണങ്ങളാണ് എന്ന് എഴുതാം. അപ്പോൾ ആ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെങ്കിൽ ആ ത്രികോണത്തിലെ ഓരോ വശങ്ങളാണ് ACയും BDയും അല്ലേ. അപ്പോൾ ACയും BDയും എങ്ങനെയുള്ളതായിരിക്കും? കോൺ Aയും കോൺ Bയും 90 ഡിഗ്രി വീതമായതുകൊണ്ട് അവയ്ക്കെതിരെയുള്ള വശമാണ് പിന്നെ BD എന്ന് പറയുന്നതും AC എന്ന് പറയുന്നതും. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? AC = BD. കാരണമായിട്ട് തുല്യ ത്രികോണങ്ങളിലെ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു ചതുരത്തിൻ്റെ 2 വികർണങ്ങൾ തുല്യമാണ് എന്ന് പറയാം. കാരണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ചതുരത്തിൻ്റെ 2 വികർണങ്ങൾ തുല്യമാണോ എന്നാണ്. അപ്പോൾ തുല്യമാണ് നമ്മൾ കണ്ടെത്തി. ഓക്കെ ആണല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.